മനുഷ്യരുടെ മരണത്തെക്കുറിച്ച് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, അയാളുടെ കഥ കഴിഞ്ഞു. രണ്ടാമത്തേത്, അയാൾ കഥാവശേഷനായി. മരണത്തിലൂടെ കഥ കഴിയുന്ന മനുഷ്യരുണ്ട് നമുക്കിടയിൽ. ജീവിതത്തിലും മരണത്തിലും ഒരുപാട് നല്ല കഥകൾ അവശേഷിപ്പിക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരും ഓർമ്മിക്കണം, അവസാനം നമ്മുടെ ജീവിത കഥകൾ കഴിഞ്ഞു പോവുകയാണോ, അതോ അനേകം കഥകൾ അവശേഷിച്ച് പോവുകയാണ്? അയാൾക്കൊരു കഥയുമില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നത് എന്തുമാത്രം അപമാനമാണല്ലേ. അജയ് പി മങ്ങാട്ടിൻ്റെ 3 കല്ലുകൾ എന്ന നോവലിൽ കബീർ കറുപ്പനിൽ കഥകൾ നിറയ്ക്കുന്നു. കാലത്തെ ജീവിതം കൊണ്ട് പൂരിപ്പിച്ചവരുടെ കഥകൾ. മാധവനും കറുപ്പനും കബീറും 3 ശിലകളാവുകയും കഴിഞ്ഞതും കടന്നു വരുന്നതുമായ ജീവിത കഥകൾ കൊണ്ട് സമ്പന്നമാവുകയും ചെയ്യുന്നു. കഥയില്ലാത്തവരായി ജീവിക്കരുത്, കഥാവശേഷരായി മരിക്കണം. ജീവിതം അവിടെയാണ് നമ്മെ അനുഗ്രഹിക്കുക. പറയാൻ ഇനി കഥകളില്ലെങ്കിലും കുഴപ്പമില്ല. അപവാദ കഥകളോ അനഭലീഷണീയമായ കഥകളോ ഇല്ലാതെ സൂക്ഷിച്ചാൽ മതി. ജീവിതം കഥയുള്ളതാക്കാൻ കാരുണ്യം കൈമുതലായി വേണം. കഥ കഴിയുന്നവരാകാതെ കരുതലുള്ളവരാകാം. കഥാവശേഷരായി തീരാൻ കാരുണ്യപൂർവ്വം ജീവിക്കാം. കഥ അവസാനിക്കാതെ കഥകൾ അവശേഷിപ്പിക്കുന്നവരായി മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ.